+2 Physics Exam Special. Questions from electronics. First one. In each of the circuits shown, find the potential difference across the points A and B. Assume that the diode is an ideal one. ഇതാണ് തന്നിരിക്കുന്ന ഒരു ഫിഗർ. ബാറ്ററി EMF E, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R. ഇത് ഡയോഡ്, ഐഡിയൽ ഡയോഡാണ്. ഇത് റിവേഴ്സ് ബയസിലാണ്. പി സെക്ഷൻ, എൻ സെക്ഷൻ ബാറ്ററിയുടെ പ്ലസിലോട്ട് കൊടുത്തിരിക്കുക, പി സെക്ഷൻ ബാറ്ററിയുടെ നെഗറ്റീവിലും. അപ്പോൾ ഇത് റിവേഴ്സ് ബയസാണ്. റിവേഴ്സ് ബയസിൽ ഓർക്കേണ്ട കാര്യം, ഐഡിയൽ ഡയോഡിന് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. റിവേഴ്സ് ബയസ്. ഇനി ഓംസ് ലോ ഫോർ എ സർക്യൂട്ട് ഇവിടെ കൊടുക്കാം. ഓംസ് ലോ ഫോർ എ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ EMF ഓഫ് ദി ബാറ്ററി ഈക്വൽസ് എക്സ്റ്റേണൽ വോൾട്ടേജ് പ്ലസ് ഇൻറ്റേർണൽ വോൾട്ടേജ്. ഇവിടെ റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് I അങ്ങ് 0യാണ്. കറണ്ട് ഇവിടുന്ന് ഒഴുകില്ല. ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് I ഈക്വൽ 0. സോ ഇൻറ്റേർണൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VI, ദറ്റ് ഈസ് കറണ്ട് ഇൻറ്റു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് I ഇൻറ്റു R. അതിവിടെ 0യാണ്. പോയിട്ട് നമുക്ക് ഈ VI 0 പോയിട്ട് കിട്ടുന്നത് E ഈക്വൽസ് VE പ്ലസ് 0. VE എന്ന് പറഞ്ഞാൽ VAB. എക്സ്റ്റേണൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള വോൾട്ടേജാണ്. അപ്പോൾ ദറ്റ് ഈസ് ഇക്ക് പകരം VAB ഈക്വൽസ് E. ബാറ്ററിയുടെ ഫുൾ EMFഉം ഇപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് വരും. സെക്കൻഡ് കേസിലെ ഫിഗർ, ഇതേ ഡയോഡ് തന്നെ ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്തിരിക്കുക. ഫോർവേഡ് ബയസിൽ ഐഡിയൽ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് 0യാണ്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ഈക്വൽ 0 എങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് VE എന്ന് പറഞ്ഞാൽ VAB ഈക്വൽസ് I ഇൻറ്റു ക്യാപിറ്റൽ, ദറ്റ് ഈസ് I ഇൻറ്റു 0 ഓർ 0. അപ്പോൾ ചുരുക്കത്തിൽ VE ഈക്വൽസ് VAB ഈക്വൽ 0. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. ആദ്യത്തെ കേസിൽ ബാറ്ററിയുടെ ഫുൾ EMFഉം എക്കും ബിക്കും ഇടയ്ക്ക് അപ്പിയർ ചെയ്യും. അതത്രേ ഉള്ളൂ. Another one. A PN junction behaves like a capacitor whose capacitance depends on the applied voltage. Justify the statement. അങ്ങനെ PN ജംഗ്ഷൻ ഫോം ചെയ്താൽ ഉടൻ തന്നെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. അതിൻ്റെ എൻ സൈഡിൽ പോസിറ്റീവ് ഒരു നെറ്റ് പോസിറ്റിവിറ്റിയും പി സൈഡിൽ ഒരു നെറ്റ് നെഗറ്റിവിറ്റിയുമാണ്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പോലെ വിത്ത് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VB, ബാരിയർ പൊട്ടൻഷ്യൽ. പ്ലേറ്റ് സെപ്പറേഷൻ ഇവിടെ D. ഇതിനെ ഇനിയും റിവേഴ്സായിട്ട് ബയസ് ചെയ്താൽ, ഫോർവേഡായിട്ട് ബയസ് ചെയ്താൽ, അതായത് പി ടൈപ്പ് ഒരു ബാറ്ററിയുടെ പ്ലസിലോട്ടും എൻ ടൈപ്പ് നെഗറ്റീവിലോട്ടും കൊടുത്താൽ ഇവിടുത്തെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ E മൈനസ് VB ആയിട്ട് കുറയും. കാരണം E എന്ന് പറഞ്ഞാൽ ഈ സെൻസി വരും, VB എന്ന് പറഞ്ഞാൽ +2 മൈനസ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെ ഇത് ഒപ്പോസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ VE മൈനസ് VB. മാത്രമല്ല ഫോർവേഡ് ബയസിൽ ഈ പൊട്ടൻഷ്യൽ ഫോർവേഡ് ബയസ് കൊടുത്തു കഴിയുമ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് അങ്ങ് കുറയും എന്ന് പറഞ്ഞാൽ ഫലത്തിൽ പ്ലേറ്റ് സെപ്പറേഷൻ കുറയുന്നതിന് ഇക്വലൻ്റാണ് ഇത്. റിവേഴ്സായിട്ട് ബയസ് ചെയ്താൽ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ E പ്ലസ് VB ആവും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് D അങ്ങ് കൂടും. നമുക്കറിയാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് ε0 ε r/d. അപ്പോൾ ഫോർവേഡ് ബയസ് ഒന്നും കൊടുക്കാത്തപ്പോഴത്തെ പ്ലേറ്റ് സെപ്പറേഷൻ D, ഫോർവേഡായിട്ട് ബയസ് ചെയ്യുമ്പോൾ D അങ്ങ് കുറയുന്നു, അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്നു. റിവേഴ്സ് ബയസ് D കൂടുന്നു, അപ്പോൾ കപ്പാസിറ്റൻസ് കുറയുന്നു. അപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ രീതി അനുസരിച്ച് കപ്പാസിറ്റൻസ് മാറുന്നു ഈ PN ജംഗ്ഷനിൽ. സോ
it is equivalent to a capacitance which depends on the applied voltage. That's another one. Photodiode is biased in the reverse. Why? ഫോട്ടോഡയോഡ് ഒരു പി എൻ ജംഗ്ഷനാണ്. അത് ഉപയോഗിക്കുന്നത് ലൈറ്റിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അറിയുന്നതിനും. ഇത് ഫോർവേഡായിട്ട് ബയസ് ചെയ്താൽ ഡാർക്ക്നെസ്സിൽ വെക്കുമ്പോഴും അതിലൊരു കറണ്ട് ഉണ്ടാവും. ഈ ഡാർക്ക്നെസ്സിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനെ ഡാർക്ക് കറണ്ട് എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞ് ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ അഡീഷണലായിട്ടുള്ള കറണ്ടും കൂടെ കയറി വരിക. അവിടെ ആ കറണ്ട് അങ്ങ് ഒരു ലിമിറ്റിനപ്പുറമായാൽ വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഈ കറണ്ടും തമ്മിൽ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. നേരെ പറഞ്ഞ് റിവേഴ്സായിട്ട് ആണ് ബയസ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഡാർക്ക്നെസ്സിലെടുത്ത് വെച്ചാൽ ഈ ഡയോഡിൽ കൂടെ ഒഴുകും. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ലൈറ്റ് വീഴുമ്പോൾ ഉണ്ടാവുന്ന കറണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ആ വീഴുന്ന ലൈറ്റ് കൊണ്ടുണ്ടാവുന്ന കറണ്ട് തന്നെയാണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് റിവേഴ്സായിട്ട് ബയസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ പറയുമ്പോൾ ഇൻ ദി ഡാർക്ക് the only current is the leakage current due to the minority carrier which is extremely small for detection. When a light falls, a current proportional to its intensity is generated. These are possible only at reverse bias. Another, solar cell is a source of A. DC power, B. AC power. Answer is DC power. Light energy DC direct current ആയിട്ട് DC എനർജി ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതിനുള്ള ഡിവൈസാണല്ലോ സോളാർ സെൽ. അപ്പോൾ സോളാർ സെൽ ഈസ് എ സോഴ്സ് ഓഫ് DC power. Another one. When a solar cell is in series combination, solar cells in series combination increase dash semicolon in parallel increase dash. ഇതൊക്കെ നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ സോളാർ സെല്ല് സീരീസ് കോമ്പിനേഷനിൽ കൊടുത്താൽ വോൾട്ടേജാണ് ഇൻക്രീസ് ചെയ്യുക. നമുക്ക് ഹയർ വോൾട്ടേജ് കിട്ടും. പാരലി കണക്ട് ചെയ്താൽ ടോട്ടൽ കറണ്ട് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ സോളാർ സെൽസ് ഇൻ സീരീസ് കോമ്പിനേഷൻ ഇൻക്രീസ് വോൾട്ടേജ്. ഇൻ പാരലൽ ഇൻക്രീസ് ടോട്ടൽ കറണ്ട്. Another one. Solar cells are connected as parallel combinations of cells in series whose number depends on the output power required. ഞാനതൊരു പോയിൻ്റായിട്ട് പറഞ്ഞ സോളാർ സെൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കില്ല, സീരീസ് ആയിട്ട് മാത്രം ഉപയോഗിക്കണമെന്നില്ല, പാരലായിട്ട് മാത്രം ഉപയോഗിക്കണമെന്നില്ല. പൊതുവെ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒരു പോയിൻ്റായിട്ട് പറഞ്ഞതാണ്. Another one. Silicon and germanium are not used for the construction of LED. Why? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി സിലിക്കണോ ജെർമേനിയമോ അതായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം എന്ത്? ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED ജംഗ്ഷനിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇത് കൂടെ ഇത് ഫോർവേഡായിട്ട് ബയസ് ചെയ്യുമ്പോൾ ഹയർ വോൾട്ടേജ് ഹോളിൽ നിന്നും
അല്ലെ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും, അതായത് എൻ സെക്ഷനിലുള്ള ഇലക്ട്രോൺസ് പി സെക്ഷനിലേക്ക് മാറും. എൻ സെക്ഷനിലുള്ള കണ്ടക്ഷൻ ഇലക്ട്രോൺ പി സെക്ഷനിലേക്ക് മാറുകയും അവിടെ റീകോമ്പിനേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസിനാണ് എനർജി പി സെക്ഷനിലുള്ള ഹോളിനേക്കാൾ എനർജറ്റിക് ആയിട്ടുള്ളത് എൻ സെക്ഷനിലുള്ള ഇലക്ട്രോൺസിനാണ്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹൈ എനർജിയിൽ നിന്ന് ലോ എനർജിയിലോട്ടാണ് ഈ ഇലക്ട്രോൺ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫറൻസിൻ്റെ എനർജി റേഡിയേഷനായിട്ട് പുറത്തു വരും. അത് പ്യുവർ ജെർമേനിയമോ സിലിക്കണോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വരുന്ന റേഡിയേഷൻ ഇൻഫ്രാറെഡോ ഹീറ്റ് റേഡിയേഷനോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വിസിബിൾ ലൈറ്റ് കിട്ടില്ല. അപ്പോൾ പോയിൻ്റ്, ഇൻ എ ഫോർവേഡ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ, ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് ഹൈ എനർജി ക്രോസ് ഫ്രം എൻ സൈഡ് ആൻഡ് റീകമ്പൈൻ വിത്ത് ലോ എനർജി ഹോൾസ് ഓൺ ദി പി സൈഡ്. In this process, energy is released in the form of electromagnetic radiation. If the material is silicon or germanium, emission is in the infrared region and heat. അപ്പോൾ വിസിബിൾ ലൈറ്റിന് പറ്റില്ല, വിസിബിൾ ലൈറ്റ് ഇത് എമിറ്റ് ചെയ്യത്തില്ല. ഫോർ ദിസ് റീസൺ ജെർമേനിയം ഓർ സിലിക്കൺ ജെർമേനിയം ആൻഡ് സിലിക്കൺ ആർ നോട്ട് യൂസ്ഡ്. സാധാരണ ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ഇതൊക്കെയാണ് LED കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുക. അനദർ വൺ, in an extrinsic semiconductor, which charge carrier is more energetic, hole or electron? Why? അങ്ങനെയാ ഫ്രീ ഇലക്ട്രോൺ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലെ എൻ സെക്ഷനിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ധാരാളമുണ്ട്. ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺസിന് വാലൻസ് ഇലക്ട്രോണിനേക്കാൾ എനർജി കൂടുതലാണ്. ആറ്റത്തിൽ നിന്ന് പറഞ്ഞു മാറിയ ഇലക്ട്രോൺസാണ്. ഈ ഇലക്ട്രോൺസ് മാറിക്കഴിയുമ്പോഴാണ് അവിടെ ഹോൾ ഉണ്ടാകുന്നത്. അപ്പോൾ പി സെക്ഷനിൽ ഹോൾസ് എണ്ണം കൂടുതൽ, അവിടെ വേക്കൻസിയാണ്. അപ്പോൾ എനർജറ്റിക് ഇലക്ട്രോണ് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസാണ്, അതുകൊണ്ട് അത് മോർ എനർജറ്റിക്കാണ്. അത് കണ്ടക്ഷൻ ബാൻഡിലാണ്. നേരെ മറിച്ച് ഹോൾസ് വാലൻസ് ബാൻഡിലാണ്. അപ്പോൾ ഇവിടെ ആൻസർ electron is more energetic because electrons are free in the conduction band, whereas holes are in the valence band of lower energy. തൽക്കാലം അത്രയും. We will see more questions again. Thank you.